മിഡിൽ ഈസ്റ്റ്, അറേബ്യൻ മേഖലയിൽ ജോലി ചെയ്യുന്ന വളരെയധികം ഇന്ത്യക്കാർ ഇഷ്ടം പോലെ മലയാളികളുണ്ട്. പക്ഷേ ഈ പുതിയ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കരുതിയിരിക്കണം. കാരണം ഇതിനകത്ത് ഒന്നാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഇറാൻ കത്തുവാണെന്ന് ഗ്ലോബലായിട്ട് എല്ലാവർക്കും അറിയാം. റിപ്പോർട്ട് അതേപോലെയാണ് പോകുന്നത്. അതേപോലെ അമേരിക്ക ഈ വാറിൽ ജോയിൻ ചെയ്യാൻ പോകും. അമേരിക്കൻ ബേസ് ആണ് ചുറ്റും. സൗദി, UAE, ജോർദാൻ, ഖറ്റാർ, ഈ ഭാഗത്ത് മുഴുവൻ അമേരിക്കൻ, ബഹ്റൈൻ ഇതൊക്കെ അമേരിക്കൻ ബേസാണ്. അതേപോലെ അമേരിക്കൻ ഫ്ലീറ്റുകളോ യുദ്ധക്കപ്പലുകൾ ചുറ്റുമായിട്ട് വരികയാണ്. ഇപ്പം ഇവരെന്ത് ചെയ്യും ഇറാൻ? കാരണം പണ്ട് സദാം ഹുസൈൻ ചെയ്ത പോലെ അമേരിക്ക ആക്രമിക്കാൻ അവർക്ക് അത്ര വലിയ കരുത്തില്ലെങ്കിലും അവർ വെറുതെ ഇങ്ങനെ അയാളുടെ സ്കഡ് മിസൈല് സൗദിയിലോട്ടും UAE-യിലോട്ടും വെറുതെ തൊടുത്തു വിട്ടു. അതാണ് ഈ ഗൾഫ് വാറിൽ എല്ലാവരെയും എഫക്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെയും ഇതുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഇറാൻ ഭരണകൂടത്തിനും അറിയാം അവർ തെറിക്കും. കാരണം അവർ പരാജയപ്പെടാൻ പോകും. ഇവർക്ക് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകാൻ തുടങ്ങി. അപ്പൊ ഏതെങ്കിലും രീതിയിൽ അമേരിക്കയെ സഹായിക്കുന്ന സൗദിയെയും UAE-യെയും ഇവർ ഖത്തറുമായിട്ട് നല്ല ബന്ധം. പക്ഷെ അമേരിക്കൻ ഏറ്റവും വലിയ ബേസ് ഖത്തറിൽ. അതേപോലെ ബഹ്റൈൻ, അമേരിക്കൻ ഈ നേവിയുടെ വലിയ ബേസാണ് ബഹ്റൈൻ. സെൻട്രൽ കമാൻഡ് അവിടെയാണ്. അപ്പൊ ഈ ചുറ്റിനും ഇവിടെയുള്ള രാജ്യങ്ങളിൽ നിങ്ങൾക്കറിയാം ഇറാന്റെ മിസൈൽ എന്ന് പറഞ്ഞ് ഇങ്ങോട്ടെന്ന് വെച്ചാൽ അങ്ങോട്ടാണ് പോകുന്നത്. അതിന് പ്രത്യേകിച്ച് എവിടെ പോകുന്ന ധാരണയൊന്നുമില്ല. അതുപോലെ അവർ പറഞ്ഞു അവർ ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് അവർ മിസൈൽ ചെയ്തു. പക്ഷെ അത് വീണത് അവിടുത്തെ ബസ് സ്റ്റേഷനിലാണ്. ബസ്സുകൾ കുറച്ച് കേടുപാടുണ്ടായി. ഇതാണ് ഇവർ പറയുന്നത്. കാരണം അവർ പറയുന്നതൊന്ന്, കാരണം അവർക്ക് അത്രയേ ഉള്ളൂ. അവർക്ക് ഷാർപ്പ്നെസ് ഈ സംഭവത്തിലൊന്നുമില്ല. ടെക്നോളജിയിൽ വളരെ പുറകിലാണ് ഈ രാജ്യം. ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് ഇവർ അബുദാബിയുടെയും ദുബായിയുടെയും സൗദിയുടെയൊക്കെ അവിടെ എക്കണോമി, അതായത് റിഫൈനറി, മറ്റുള്ള സംഭവങ്ങൾ, ഓയിൽ സ്റ്റോറേജ്, പ്രധാനപ്പെട്ട എക്കണോമി ആയിട്ടുള്ള നഗരങ്ങൾ, പോർട്ടുകളിലൊക്കെ ഇവർ മിസൈൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. തള്ളിക്കളയാൻ പറ്റത്തില്ല. അത് ഗ്ലോബൽ മീഡിയ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഇറാനിൽ നടക്കുന്ന കോൺവെർസേഷൻ സംഭവം മുഴുവനൊക്കെ ലീക്കാവൂ, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുന്നത് ഇത് മുഴുവനും ഇസ്രായേലിന് മുഴുവനും ടാപ്പ് ചെയ്ത് ലോകത്തിന് കൊടുക്കും എന്തൊക്കെയാണ് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിനകത്ത് വന്ന സംഭവത്തിൻ്റെ ചില ഡേറ്റ വെച്ച് നോക്കുമ്പോൾ അവർ ഈ രണ്ട് രാജ്യങ്ങളെ എയർപോർട്ടുകളെ, അതേപോലെ എക്കോണമി, അവിടുത്തെ ഓയിൽ ഫെസിലിറ്റീസ്, ആ രാജ്യത്തിൻ്റെ മറ്റുള്ള സംഭവങ്ങളൊക്കെ അവിടെയൊക്കെ മിസൈൽ ഇടാൻ സാധ്യത. അമേരിക്കൻ നിങ്ങൾക്കറിയാം ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് നമ്മൾ ഈ 100% ഒന്നുമില്ല. കാരണം ഇവർ ബാരേജ് ഓഫ് മിസൈലാണ് വിടുന്നത്. 10-20 എണ്ണമൊക്കെ വിട്ട് കഴിയുമ്പോൾ ഇത് തടയാനൊക്കെ US ഈ പറയുന്ന രാജ്യങ്ങൾക്ക് എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ ഉണ്ട്. പക്ഷെ ചിലതൊക്കെ അത് ഊർന്ന് കയറി അങ്ങ് പോകും. അതായത് പല മലയാളികളോടും ഞാൻ പറയുന്നത് കരുതിയിരിക്കുക. കാരണം നിങ്ങൾ ഈ പറയുന്ന ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലുള്ള ചില ആൾക്കാരുകളുണ്ട്. നിൻ്റെയൊക്കെ തലയിൽ സാധനം വന്ന് വീഴും. ഇത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. കാരണം മനസ്സിലാക്കുക, അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നവരായ നിങ്ങൾ അവിടെ ഇറാനെ സപ്പോർട്ട് ചെയ്ത് ഇവിടെയുള്ള യൂട്യൂബിനെയും സാറ്റലൈറ്റ് ചാനലിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്ത് മനസ്സിലാക്കുക, ഇതൊക്കെ നാളെ നിന്റെ തലയിൽ വന്ന് വീഴും ഈ സാധനം. കാരണം ഈ രാജ്യങ്ങളിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്. ഉണ്ടാകാൻ പോകുന്ന ഇതാണ്. കാരണം ഇസ്രായേലിനെ ഈ പറയുന്ന കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അമേരിക്ക ഈ പറയുന്നത് ചെയ്യാൻ പറ്റത്തില്ല. അമേരിക്കൻ ബേസുകളല്ല ഈ രാജ്യങ്ങളുടെ സെക്യൂരിറ്റിയാണ്. പക്ഷെ അമേരിക്കേൻ്റെ അത് എൻട്രി ചെയ്യും എന്നുള്ളത് ഏകദേശം ഒരു 99% ഏതാണ്ട് ഒരു കൺഫർമേഷൻ ആയി കഴിയും. കാരണം അവരെല്ലാവരും പറഞ്ഞു കഴിയും. അപ്പം അടുത്ത ചോയ്സ് എന്ന് പറഞ്ഞാൽ അത്ര ദൂരെ പോകണ്ട. 300, 400, 500 കിലോമീറ്റർ ചുറ്റളവിലുള്ള സൗദിയും UAE-യും. കാരണം അതിനകത്ത് പേലോഡ് കൂടുതലാണ്. എങ്ങനെയാണ് ഈ പേലോഡ് കൂടുതലാന്ന് പറയുന്നതിൻ്റെ കാര്യം? 1500 കിലോമീറ്റർ, 2000 കിലോമീറ്റർ ഈ മിസൈല് പോകുമ്പോൾ അതിൻ്റെ അകത്ത് ഇന്ധനം വലിയൊരു ഭാഗം അങ്ങ് പോകും.
പിന്നെ ഒരു ചെറിയ ഭാഗമേ ഉള്ളൂ. അപ്പം അതിൻ്റെ അകത്ത് ഈ എക്സ്പ്ലോസീവ് ആയിട്ടുള്ളത്. പക്ഷെ 500 കിലോമീറ്ററും 200 കിലോമീറ്ററും 100 കിലോമീറ്ററിൽ പോകുമ്പോൾ അതിൻ്റെ പേലോട് ഇന്ധനം വളരെ കുറവ്, എക്സ്പ്ലോസീവ് സാധനം വളരെ കൂടുതലും. അപ്പം അതിൻ്റെ ഡാമേജ് വളരെ ഡീപ്പായിട്ടൊക്കെ പോകും. അതുകൊണ്ടാണ് പറയുന്നത് കരുതിയിരിക്കുക. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിലല്ല അവിടെ ഓരോ ഡെവലപ്മെൻറ്റും നടക്കുന്നത്. കാരണം ഒരു രാജ്യം ഇത്രയും നാളും കെട്ടിപ്പൊക്കി പറഞ്ഞ രാജ്യം കപടതകളെല്ലാം പറഞ്ഞ് അത് ചെയ്യും ഇത് ചെയ്യും, ഇവർ നാശത്തിലോട്ട് പോകുന്നു. ആ രാജ്യത്തിനുള്ളവർ മുഴുവനും അതായത് മാറി മാറി പോവാണ്. ടെഹ്റാൻ സിറ്റി എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ അസർബൈജാൻ അവിടെ ഒക്കെ പോവുക ഭയന്നിട്ട്. ട്രംപ് തന്നെ പറഞ്ഞു കഴിഞ്ഞു ടെഹ്റാൻ സിറ്റി വിട്ടു പോയിക്കോളാൻ പറഞ്ഞു. അത് സൂചനയാണ് സംഭവം. അവർ വരാൻ പോവുകയാണ്. അത് സിറ്റി കത്തിക്കാൻ പോവുക പൂർണ്ണമായിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഓരോന്നും സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നത്. അതായത് ഈ അടുത്ത സമയത്ത് നടക്കുന്ന ഏറ്റവും നല്ല ഒരു വാർഫെയർ തന്നെയാണ് ഇതിനെ കാണാൻ സാധിക്കും. അപ്പം ആ രീതിയിൽ പോകുമ്പോൾ തോൽക്കാൻ പോകുന്ന ഇറാൻ്റെ മുമ്പിലുള്ള കാരണം ചാവാൻ പോകുമ്പോൾ ഒരു വള്ളിയെ പിടിച്ച് തൂങ്ങും. എന്തിനാ ചെയ്യുന്നതെന്ന് പറയുന്നത്, ഇങ്ങനൊരു പ്രഷറൈസ് ചെയ്ത് അമേരിക്കയെ കൊണ്ട് ഇസ്രായേലിനെ കൊണ്ട് ഇറാനിലോട്ടുള്ള ബോംബിക്ക് നിർത്തുക തൽക്കാലം. ഇതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. അതിനാണ് ഈ മറ്റുള്ള രാജ്യങ്ങൾ, അറേബ്യൻ രാജ്യങ്ങൾ ഇവർ കയറി ടാർഗറ്റ് ചെയ്തത്. അതാണ് കരുതിയിരിക്കാൻ പറയുക. കാരണം ഇത് തന്നെയാണ് സദാം ഹുസൈൻ ചെയ്തത്. അത് ഫെയിലിയറായിപ്പോയി. ഈ പറയുന്ന ഇസ്രായേൽ അമേരിക്ക ഇന്ന് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കത്തില്ല ഈ സംഭവം. ഇതേപോലെ പ്രഷർ ടാറ്റിക്സ് വെച്ചിട്ട് അവരുടെ അലയൻസ് കൺട്രിയെ കയറി അറ്റാക്ക് ചെയ്യുമ്പോൾ അവർ തിരിച്ചങ്ങ് ശരിക്കും ചെയ്യും. അപ്പോൾ ഒരു പിടിവള്ളി എന്ന രീതിയിലാണ് അവരതൊക്കെ ചെയ്തു. UAE ബോംബിട്ടു, അബുദാബി ബോംബിട്ടു, റിയാദി ബോംബിട്ടു. ഇതൊക്കെ പറയാൻ വേണ്ടി അവരുടെയുള്ള ആൾക്കാർക്കൊരു മാനസിക സുഖം. അതായത് മലയാളത്തിലെ ചില യൂട്യൂബുകളൊക്കെ പറയത്തില്ലയോ, ഹമാസ് ഇസ്രായേൽ പിടിച്ചെടുത്തു, ഹിസ്ബുള്ള ഇസ്രായേൽ പിടിച്ചെടുത്ത് പറയുമ്പോൾ ഇത് കേൾക്കുന്നവർക്കൊരു സുഖമുണ്ട്. അത് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത. അപ്പം അതിൻ്റെ ഒരു ടാക്ടിക്കൽ ഭാഗമായിട്ട് ഇങ്ങനെ വരാനുള്ള പോസിബിൾ ചാൻസസ് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം പൂർണ്ണമായിട്ടും തകരാൻ പോകുന്ന രാജ്യം ഇങ്ങനെയൊക്കെ ചെയ്ത് കളയും. കാരണം അവിടെ നിന്നുള്ള ആൾക്കാർക്ക് ഈ പല ആൾക്കാർ ഒരാൾ മലയാളം ചാനലിൽ ഇത് പറയുന്നത് കേട്ടു, ഇറാനിലുള്ള ജനങ്ങൾ മുഴുവനും ഈ അയത്തുള്ള ഖമേനിയുടെ കൂടാണ്. ചുമ്മാ വെറുതെ അടിച്ചു വിടുവാണ് ഓരോ സംഭവം. ഇതുപോലെ കള്ളത്തരങ്ങളാണ് പടച്ചു വിടുന്നത്. അവിടെ വലിയൊരു വിഭാഗം ആ ഭരണകൂടത്തിനെതിരാണ്. അതാണ് യാഥാർത്ഥ്യം. അതുപോലെ അവിടെ ഭയങ്കര സ്ട്രീറ്റിൽ ഖമേനിക്ക് അനുകൂലമായിട്ട് പ്രകടനം. ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടത്. കുറച്ച് പേരും എൻ്റെ താത്താമാരെ പോയി പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ വന്ന് നിൽപ്പുണ്ട്. പണ്ടിങ്ങനല്ലായിരുന്നു. അത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ട്രീറ്റ് മുഴുവൻ അവങ്ങ് ഇറങ്ങുമായിരുന്നു. ഇപ്പോഴത് കാണാനില്ല. നിങ്ങൾ കണ്ടു ഒരു താത്ത ഇറങ്ങി ഓടുന്നത്, ഒരു പറഞ്ഞേക്കിട്ട സ്ത്രീ ഭയങ്കര മോട്ടിവേഷൻ കൊടുത്ത് അതും മുഖ്യ പിടിച്ചോണ്ട് ഓടുക. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്. അതിൻ്റെ ഒരു സാമ്പിൾ ലൈവായിട്ട് കണ്ടു. അപ്പം ഇതിനകത്തൊക്കെ അതിജീവിക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്യും? ഇവർ ഈ പറയുന്ന UAE, ഈ സൗദി, മറ്റുള്ള അമേരിക്കയായിട്ട് അലയൻസ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ കയറി അവർ മിസൈൽ വിടാനുള്ള പോസിബിൾ ചാൻസ് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതേപോലെ ഈ രാജ്യങ്ങളിൽ നിന്ന് പോകുന്ന ക്രൂഡ് ഓയിൽ, അതിനെയൊക്കെ ഇവർ ബോംബ് ചെയ്യാനും മിസൈൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ മനസ്സിലാക്കണം യാഥാർത്ഥ്യം, 142 ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ മറ്റുള്ളൊരു രാജ്യമാണ് ഇറാൻ. ഇന്നലെ അവർ 2 എയർക്രാഫ്റ്റ് ഇത് കഴിഞ്ഞപ്പോൾ എടുത്തു കഴിഞ്ഞ് പൊങ്ങുന്നതിന് മുമ്പ് അവർ അടിച്ചിട്ടു ഇസ്രായേൽ. അപ്പം അങ്ങനെയുള്ള രാജ്യത്തിന് അനങ്ങാൻ പറ്റുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? അടുത്തുള്ള മറ്റുള്ള അവരുടെ സൗഹൃദ രാജ്യത്തെ കയറി അടിക്കും. ഇതാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് കരുതിയിരിക്കുക. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തോട്ടല്ല വാറ് പോകുന്നത്. അതായത് ചാവാൻ പോകുന്നതിന് എന്തും ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് ഇറാൻ പല കോപ്രായങ്ങൾ കാണിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല.